ഹായ്, ഞാൻ സുനീസ് കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. യഥാർത്ഥ സുഹൃത്ത്, അതാണ് ഇന്നത്തെ കഥ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. സിംഹാര കാട്ടിലെ രാജാവ്. ആ സിംഹത്തിന് കാട്ടിലെല്ലാവർക്കും പേടിയായിരുന്നു. അങ്ങനെ സിംഹത്തിൻ്റെ ഓർഡർ പ്രകാരം ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം ദിവസവും സിംഹത്തിന് വേണ്ടുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിംഹത്തിന് ഒരിക്കൽ തോന്നി, തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി തനിക്ക് കുറച്ച് മന്ത്രിമാരൊക്കെ വേണമെന്ന് സിംഹത്തിന് തോന്നി. അങ്ങനെ സിംഹം ബുദ്ധിമാനായ കുറുക്കനോട് പറഞ്ഞു, നീയാണ് ഇനി മുതൽ എൻ്റെ അഡ്വൈസർ. ശക്തനായ പുലിയോട് പറഞ്ഞു, നീയാണ് എൻ്റെ ബോഡി ഗാർഡ്. ബുദ്ധിമാനായ കാക്കയോട് പറഞ്ഞു, നീയാണ് എൻ്റെ മെസ്സഞ്ചറും സ്പൈയും. എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയേണ്ടത് നിന്റെ ചുമതലയാണ്. അങ്ങനെ അവർ 3 പേരും സിംഹം പറഞ്ഞത് സമ്മതിച്ചു. നിങ്ങൾ എപ്പോഴും എന്നോട് വിശ്വസ്തമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും എപ്പോഴും എൻ്റെ നല്ല ചങ്ങാതിമാരായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. നിങ്ങൾ ഒരിക്കലും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം തൻ്റെ സ്ഥിരമായ ചുറ്റലെല്ലാം കഴിഞ്ഞു വന്ന കാക്ക സിംഹത്തിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ ഇന്നൊരു കാര്യം കേട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒട്ടകത്തിൻ്റെ ഇറച്ചി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പോലും. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? സിംഹം ആലോചിച്ചു, ഞാൻ ഇതുവരെ ഒരു ഒട്ടകത്തിനെ കണ്ടിട്ടുമില്ല, ഞാൻ ഇതുവരെ അതിൻ്റെ ഇറച്ചി തിന്നിട്ടുമില്ല. ഒന്ന് കാണാൻ പറ്റിയിട്ട് ഒരിറച്ചി തിന്നാൻ പറ്റുമെങ്കിലും നന്നായിരുന്നു. എവിടെ ഒട്ടകത്തിന് കിട്ടുക? കാക്കയോട് സിംഹം ചോദിച്ചു. ഇതിൻ്റെ കുറച്ച് ദൂരെ ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു നല്ല ഉഷാറുള്ള ഒട്ടകത്തിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ട ഉടനെ സിംഹം തൻ്റെ കൂടെയുള്ള മറ്റു സുഹൃത്തുക്കളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവർക്കതിനെപ്പറ്റി കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഉടനെ അവർ പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് മരുഭൂമിയിൽ പോയിട്ട് ആ ഒട്ടകത്തിനെ പിടിച്ച് കൊന്നിട്ട് അതിൻ്റെ ഇറച്ചിയുടെ ടേസ്റ്റ് നോക്കാം. അതല്ലേ ശരി? കാക്ക പറഞ്ഞു, ഞാൻ വഴി കാണിക്കാം. അങ്ങനെ കാക്ക പറന്നു. അതിൻ്റെ പിന്നാലെ സിംഹവും പുലിയും കുറുക്കനും യാത്രയായി. അങ്ങനെ ഒരുപാട് നടന്ന് അവസാനം അവർ മരുഭൂമിയിലെത്തിയപ്പോഴോ അവിടെ മരങ്ങളില്ല, തണലില്ല, വെള്ളമില്ല. അവരാകെ അവശരായി. സിംഹം പറഞ്ഞു, ഇനി ഇതിൻ്റെ അപ്പുറം നടക്കാനൊന്നും എനിക്ക് പറ്റൂല, നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് ഒട്ടകത്തിനെ കാണുകയും വേണ്ട, അതിൻ്റെ ഇറച്ചി തിന്നുകയും വേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാട്ടിലേക്ക് പോകാം. ഉടനെ കൂടെയുള്ളവരെല്ലാം ആകെ അങ്കലാപ്പിലായി. ഇത്രയും ദൂരം വന്നിട്ട് ഒന്നും തിന്നുകയും കുടിക്കാൻ ചെയ്യാതെ എങ്ങനെ തിരിച്ചു പോകും? അതുമാത്രമല്ല, നമ്മുടെ രാജാവ് ഇതുവരെ ഒട്ടകത്തിനെ കണ്ടിട്ടുമില്ല, അതിൻ്റെ ഇറച്ചി തിന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഒരു കഴിവും ഇല്ലാത്ത ആളാന്ന് രാജാവിന് തോന്നൂലേ? ആ സമയത്ത് ബുദ്ധിമാനായ കുറുക്കൻ പറഞ്ഞു, ശരി, ഇത് നമുക്കൊരു പ്രശ്നമാക്കണ്ട. ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഒട്ടകത്തിനെ നമുക്ക് ഇങ്ങോട്ട് വരുത്തിച്ചാലോ? ഞാൻ പോയിട്ട് ഒട്ടകത്തിനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം. അങ്ങനെ കുറുക്കൻ പോയി. അങ്ങനെ കുറുക്കൻ ഒരുപാട് ദൂരം മുൻപോട്ട് പോയി. അവസാനം ഒട്ടകത്തിനെ കണ്ടു. ഈ മരുഭൂമിയിൽ ഒരു കുറുക്കനെ കണ്ടപ്പോൾ ഒട്ടകത്തിന് ആകെ അത്ഭുതമായി. ഇതെങ്ങനെ ഒരു കുറുക്കൻ ഇവിടെ എത്തി? കുറുക്കൻ മെല്ലെ ഒട്ടകത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ്, കാട്ടിലെ രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ദൂരം വന്നത് നിന്നെ കാണാനോ നിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആക്കാനുവാ. അത് കേട്ട ഒട്ടകത്തിന് ഭയങ്കര സന്തോഷമായി. ഇത്രയും ദൂരം ഞങ്ങൾ വന്നത് നിന്നെ കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിക്കാനാണ്. ഇത് കേട്ട ഒട്ടകത്തിന് ഭയങ്കര സന്തോഷമായി.
കാട്ടിലെ രാജാവ് എന്നെ അന്വേഷിച്ചു വന്നു, അദ്ദേഹത്തിന്റെ മന്ത്രിയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടാൻ. ആ ഒട്ടകം ഒരു പാവായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അതിന് നല്ല സന്തോഷായി. അത് കുറുക്കൻ്റെ കൂടെ സിംഹത്തിനെ കാണാനായി പുറപ്പെട്ടു. അങ്ങനെ അവര് നടന്ന് സിംഹത്തിന്റെ അടുത്തെത്തി. സിംഹം ഒട്ടകത്തിനെ നല്ല രീതിയിൽ സ്വീകരിച്ച്, നീ ഇനി മുതല് എൻ്റെ ഒരു മന്ത്രിയാന്നൊക്കെ പറഞ്ഞപ്പോ ഒട്ടകത്തിന് ഭയങ്കര സന്തോഷമായി. ഒട്ടകത്തിന് ഇവരെ കൂടെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനവും തോന്നി. ഒട്ടകം സിംഹത്തിനോട് പ്രോമിസ് ചെയ്തു, ഞാൻ അങ്ങയുടെ ഒരു വിശ്വസ്തനായ മന്ത്രിയായിരിക്കും. അങ്ങനെ അവരെല്ലാരും കൂടി തിരിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. ആകെ ക്ഷീണിച്ച അവശരായ ഇവരെ എല്ലാരെയും ഒട്ടകം തൻ്റെ പുറത്ത് കയറ്റി കാട്ടിലേക്ക് നടന്നു. കാരണം ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടക്കാൻ അവർക്ക് ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒട്ടകത്തിന് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെല്ലാം തൻ്റെ ചുമലിലേറ്റി ഒട്ടകം കാട്ടിലേക്ക് നടന്നു. അങ്ങനെ കാട്ടിലെത്തിയപ്പോ കുറുക്കനും കാക്കയും പുലിയും എല്ലാം ഒട്ടകത്തിനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചിരി. കാരണം എന്തിനായി ഒട്ടകത്തിനെ കൊണ്ടുവന്നതെന്ന് അവർക്കറിയാലോ. പാവ ഒട്ടകം അതിനിതറിയേയില്ല. അവരുടെ ഈ നോട്ടവും ചിരിയും എല്ലാം സിംഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സിംഹത്തിന് മനസ്സിലായി അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. പക്ഷേ ഒട്ടകത്തിന്റെ സ്വഭാവവും ഒട്ടകത്തിന്റെ ആ പെരുമാറ്റവും എല്ലാം സിംഹത്തിനെ വളരെയധികം തൃപ്തിപ്പെടുത്തി. ഈ സമയത്ത് എല്ലാരെയും ചുമലിലേറ്റ് ഇത്രയും സ്നേഹത്തോടെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒട്ടകത്തിനാ കൊന്നു തിന്നാനുള്ള മനസ്സ് സിംഹത്തിനുണ്ടായിരുന്നില്ല. സിംഹം ഒട്ടകത്തിനോട് പറഞ്ഞു, ഞങ്ങളെ നല്ല ഭദ്രമായി ഇവിടെ എത്തിച്ചതിൽ വളരെയധികം സന്തോഷം. നീ ആഗ്രഹിക്കുന്നിടത്തോളം കാലം എൻ്റെ കൂടെ നിനക്ക് നിൽക്കാം. എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാം. നിന്നെ ആരും ഉപദ്രവിക്കില്ല. ഇത് കേട്ട ബാക്കി 3 പേരും ആകെ അപ്സെറ്റായി. എന്തൊക്കെയോ ആഗ്രഹിച്ചു വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും നടക്കാനുള്ള ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് ആകെ ഒരു വിഷമായി. ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞിട്ട് ആകെ ക്ഷീണിച്ച അവശനായ സിംഹം തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊണ്ടുവരാൻ വേണ്ടി അവരോട് ആജ്ഞാപിച്ചു. അങ്ങനെ ഒട്ടകത്തിനൊഴികെ ബാക്കി 3 പേരും ഭക്ഷണം അന്വേഷിച്ചു പോയി. പക്ഷേ അവര് കുറെ ദൂരമൊന്നും പോയില്ല, ഭക്ഷണമൊന്നും അന്വേഷിച്ചുമില്ല. അവര് 3 പേരും ഇരുന്നിട്ടിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഒട്ടകത്തിനെ കൊടുക്കാം. ഒട്ടകത്തിനെ കൊന്നാൽ അതിൻ്റെ ഇറച്ചി രാജാവ് തിന്നതിന് ശേഷം നമുക്കും കിട്ടുമല്ലോ. അതിനെന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണമെന്ന് അവർ തീരുമാനിച്ചു. കുറച്ച് സമയം ആലോചിച്ചപ്പോൾ ബുദ്ധിമാനായ കുറുക്കന് ഒരു ഐഡിയ വന്നു. ഒട്ടകം തന്നെ കൊന്നു തിന്നോന്ന് രാജാവിനോട് പറയത്തക്ക രീതിയിൽ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നുണ്ട്. വാ, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ അവർ 3 പേരും തിരിച്ച് രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ഒന്നിനും കിട്ടിയില്ല. അങ്ങയുടെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എന്നിട്ട് കാക്ക പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വിശപ്പ് മാറ്റാൻ തൽക്കാലം അങ്ങ് എന്നെ തിന്നോ. ഞാൻ ചെറുതല്ലേ, എന്നെ തിന്നാൽ തൽക്കാലത്തേക്കുള്ള വിശപ്പ് മാറ്റാൻ പറ്റും. ഉടനെ കുറുക്കൻ പറഞ്ഞു, നിന്നെ തിന്നാ രാജാവിന്റെ വിശപ്പ് മാറൂല. രാജാവേ, എന്നെ തിന്നോ, എന്നെ തിന്നാല് അങ്ങയുടെ വിശപ്പ് മാറും. അത് കേട്ട ഉടനെ പുലി പറഞ്ഞു, ഞാനാണ് ശക്തിമാൻ, ഞാനാണ് കാണാൻ വലുത്, അതുകൊണ്ട് എന്നെ കൊന്നു തിന്നോ, അങ്ങയുടെ വിശപ്പ് പൂർണ്ണമായും മാറും. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ഒട്ടകം വിചാരിച്ചു, ഇവരൊക്കെ ഇങ്ങനെ പറയുമോ, ഞാനൊന്നും പറയാതിരിക്കുന്നത് മോശമല്ലേ. രാജാവേ, അങ്ങ് എന്നെ കൊന്നു തിന്നോളൂ. ഇവരൊക്കെ അങ്ങയുടെ കുറേ കാലമായിട്ടുള്ള ഫ്രണ്ടല്ലേ, ഞാൻ ഇപ്പൊ വന്നതല്ലേ, അതുകൊണ്ട് അങ്ങ് എന്നെ കൊന്നു തിന്നണം. ഇത് കേട്ട ഉടനെ കുറുക്കനും കാക്കയും പുലിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചെറിയ ചിരി. കാരണം അവര് പ്ലാൻ ചെയ്തതും ഇത് തന്നെയായിരുന്നു. അങ്ങനെ അവര് ഒട്ടകത്തിനെ കൊല്ലാൻ റെഡിയായി. പക്ഷേ സിംഹത്തിന് ഇവരുടെ ഐഡിയ എല്ലാം മനസ്സിലായിരുന്നു. സിംഹം ഉടനെ പറഞ്ഞു, നിങ്ങളെ ആരെയും നിരാശപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്നോട് ഇത്രയും സ്നേഹത്തോടെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ചെയ്യാതിരിക്കുന്നതും നല്ലതല്ല.
അതുകൊണ്ട് ഞാൻ ആദ്യം കാക്കയെത്തുന്നു, അതിനുശേഷം കുറുക്കനെത്തുന്നു, അതിനുശേഷം പുലിയെത്തുന്നു, അതിനുശേഷം ഒട്ടകത്തിനെത്തുന്നു. അത് കേട്ട ഉടനെ കാക്കയും കുറുക്കനും പുലിയും ഞെട്ടിപ്പോയി. ഇങ്ങനൊരു തീരുമാനം സിംഹരാജാവ് എടുക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പിന്നീട് കൂടുതൽ ഒരു വർത്താനത്തിനും നിൽക്കാതെ കാക്കയും കുറുക്കനും പുലിയും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എങ്ങോട്ടാണ് അവർ ഓടിയതെന്ന് പോലും പിന്നെ രാജാവ് കണ്ടില്ല. ഇതൊക്കെ കേട്ടും കണ്ടും അന്തം വിട്ടു നിൽക്കുകയായിരുന്നു നമ്മുടെ ഒട്ടകം. ഉടനെ സിംഹരാജാവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒട്ടകത്തിനോട് പറഞ്ഞു, കണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ ജീവൻ പോകും എന്നറിഞ്ഞപ്പോ അവർ എന്നെ പറ്റി ഒന്നും ചിന്തിച്ചില്ല, അവർ ഓടി രക്ഷപ്പെട്ടു. ഇതാണോ യഥാർത്ഥ സുഹൃത്തുക്കൾ? നീയാണ് എൻ്റെ സുഹൃത്ത്, നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്, നീ എപ്പോഴും എൻ്റെ സുഹൃത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ അന്ന് മുതൽ സിംഹരാജാവും ആ ഒട്ടകവും വളരെ അടുത്ത സുഹൃത്തുക്കളായി. അവർ ആ കാട്ടിൽ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഇതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന ഇന്നത്തെ കഥ. എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ. എല്ലാവർക്കും കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ.